അനുഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പിതാവ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ താഴെ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിതാവ് എന്റെ പുറകെ വന്നിട്ട് പറഞ്ഞു, ജോസേട്ടനല്ലേ എന്ന് ചോദിച്ചു. പിതാവിന് ഓർമ്മയുണ്ടോന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ജോസ് തന്നെയാന്ന് പറഞ്ഞു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞില്ല. കുറച്ചാൾ കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ മാസം നാട്ടിൽ പോയപ്പം ഞങ്ങളുടെ ഇളയ മോന്, കാരണം അവന് നാട്ടിൽ പോയപ്പം അവന് ഒരു കുട്ടിയുണ്ടായി. അപ്പൊ അവനാ കുട്ടിക്ക് വേണ്ടി അവൻ വിചാരിച്ചു, ദൈവം പപ്പായും ഒക്കെ പള്ളിയൊക്കെ അടുത്ത് പോകുന്നതാണല്ലോ, ഒത്തിരി അനുഗ്രഹം കിട്ടിയ സമയമാണല്ലോ, എന്നാൽ നാട്ടിൽ ഒരു കൊച്ചിനെ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്ലൈൻഡ് ചെക്ക് വരെയും തന്നു വിട്ടു, അത് ആ ഒരു കൊച്ചിനെ പഠിപ്പിക്കാനും പറഞ്ഞു. ഇപ്പൊ ഞാനും വിചാരിച്ചു പള്ളിയൊക്കെ ആയിട്ട് ഒത്തിരി അടുത്ത് പോകുന്നതാണ്, പിതാവിന്റെ അനുഗ്രഹമൊക്കെ ഉണ്ട്, അപ്പൊ നല്ല രീതിയിലെല്ലാം ഇപ്പൊ പോകുന്നുണ്ട്, കുടുംബത്തിലും നല്ല സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ട്. അപ്പൊ ഞാനും കുറച്ച് നാട്ടിൽ ചെന്നപ്പോ കുറെ സഹായിക്കുകയും ചെയ്തു. എന്തുവേണ്ടി ഇവനൊരു വീടിന് ഓഫർ കൊടുത്തു. നാട്ടിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും എന്റെ ചെറുക്കന്റെ ജോലി പോയി. അവന് കാരണം നല്ല ജോലിയായിരുന്നു, അക്കൗണ്ടന്റ് ആണ്. ഒരുത്തത്തിന് അല്ല അവന്റെ അവിടുത്തെ 3 ആൾക്കാരെ ലേ ഓഫ് ചെയ്തു. ലേ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ അവന് ഒരു വീടിനൊക്കെ ഓഫർ കൊടുത്തിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ ചിലപ്പോ ഇത് നല്ലതിനായിരിക്കും, കാരണം എല്ലാം നല്ലതിനാണല്ലോ ദൈവം ചെയ്യുന്നെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, മക്കളോട് പറഞ്ഞു, മക്കളെ പേടിക്കേണ്ട, എല്ലാം നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ചു. ഞങ്ങള് ദൈവത്തോട് നന്ദി പറഞ്ഞു. അപ്പൊ അവന് 26-ാം തീയതി 26-ാം തീയതി വരെ ഫുള്ള് സാലറിയോട് കൂടി അവര് ലേ ഓഫ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ഇവനിങ്ങനെ ഒരു ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവന് MBCയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ലണ്ടനിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒരുപാട് ഇന്റർവ്യൂ നടന്നു. അപ്പം ദൈവകൃപ എന്ന് പറയട്ടെ, എല്ലാം നല്ലതിനായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അല്ലെ പിന്നെ നമ്മൾ ഈ ദൈവത്തെ വിശ്വസിക്കുകയും, ഞാൻ പറയാമല്ലോ, ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ ഇവിടെ ഫുഡും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈസ്റ്ററും ക്രിസ്മസും ഫുഡും എല്ലാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്കത് സന്തോഷമുണ്ട്. എന്തുവേണ്ടി MBCയിൽ അവനൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അവൻ ചോദിച്ചതിനെ കഴിഞ്ഞും $12,000 ഇയർലി കൂടുതൽ കൊടുത്തുകൊണ്ട് അവനെ അപ്പോയിന്റ് ചെയ്തു. അല്ലാതെ നല്ലതിനായിരുന്നു, പിതാവിന്റെ അനുഗ്രഹം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ കാര്യം, ഇതിപ്പോ ഞാനത് നുണയെന്ന് പറയുന്നു, പള്ളിയിൽ നിന്ന് പറയുന്ന സംഭവമാണ്. അവൻ ആ വീടിന് ഒരു ഓഫർ, കാരണം 5 ബെഡ്റൂമിലുള്ള ഒരു വീട് മേടിക്കാൻ അവന് ഓഫർ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം 2 പേർക്കും കൂടെ നേഴ്സും അവന് അക്കൗണ്ടന്റുമാണ്, 2 പേർക്കും കൂടെ നല്ല ജോലിയുണ്ട്. ഞങ്ങളുടെ വീട് വളരെ, നിങ്ങൾ ചെയ്യുന്ന ഒരു പൈസ പോലും നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഞാനീ പറഞ്ഞു തന്നതിന്റെ മെയിൻ കാരണം, നമുക്ക് ഇനിയിപ്പോ ഒരു നല്ല ധ്യാനമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒന്നും നല്ലതിനായിരിക്കില്ല. അന്ന് ധ്യാനത്തിന് വരാൻ പറ്റുന്നവരൊക്കെ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. നമുക്ക് ഇച്ചിരി ഫുഡ് ഉണ്ടാക്കാനാണ് മെയിനായിട്ട്. ഫുഡ് ഉണ്ടാക്കി ഇപ്പൊ നമ്മളിപ്പോ എല്ലാം അച്ഛൻ എന്ന് പറഞ്ഞില്ലേ, നമ്മളിവിടെ സ്പോൺസർ ചെയ്തു. നമുക്ക് ഇന്ന് വരെ ഇവിടെ പള്ളിയിൽ ഇതുണ്ടായിട്ട് ഒന്നിനൊരു മുട്ടിപ്പുണ്ടായിട്ടില്ല. ദൈവം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തുന്നു. നമുക്ക് പെസായ്ക്ക് അപ്പം മുറിക്കണം, നമുക്ക് ധ്യാനത്തിന് ഫുഡും ഒക്കെ വേണം. താങ്ക് യു വെരി മച്ച്. എല്ലാവരും പോകുന്നതിന് മുമ്പ് വരാൻ പറ്റുന്നവര് എല്ലാവരും വരണം, ഒന്ന് കണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ നമുക്ക് ദൈവത്തിന് നല്ലത് തരും, അത് പേടിക്കൊന്നും വേണ്ട. താങ്ക് യു വെരി മച്ച്. എന്റെ അനുഭവത്തിന്റെ വിളിച്ചതുകൊണ്ട് സന്തോഷപ്പെട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഞാൻ വിട്ടുപോയായിരുന്നു, ഏഷായുടെ ബർത്ത്ഡേ ആണെന്ന്. നമുക്ക് ബർത്ത്ഡേയുടെ ഗ്രീറ്റിംഗ്സ് നമുക്ക്. Happy birthday to you. Happy birthday to you. Happy birthday to Isha. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, Isha. Happy birthday to you.
Where were you last year? Oh, did you win second? No, I didn't. Oh, I'm so sad. I was like, she better win after that. I'm so excited. There were like 4 other people running. I had to be kind of like me in this one. Yeah. And then like